വി4 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻനിര താരങ്ങളായ സന്ദേശ് ചിങ്കൻ, CK വിനീത്, അനസ് എടത്തൊടിക, പിന്നെ ധീരജ് സിംഗും ഹോളിച്ചെറിൻ നഴ്സറിയും എല്ലാം ടീം വിടുകയാണ് എന്നൊരു വാർത്തയെ ആസ്പദമാക്കിയാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നിരവധി സോഷ്യൽ മീഡിയയിലും മുൻനിര മാധ്യമങ്ങളിലെല്ലാം ഈ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം മൊത്തമായി അഴിച്ചു പണിയാൻ വേണ്ടി പഴയ താരങ്ങളെയും പുതിയ താരങ്ങളെയും വിദേശ താരങ്ങളെയും എല്ലാവരെയും പിരിച്ചു വിട്ടുകൊണ്ട് ഒരു പുതിയ ടീം കൺസ്ട്രക്ഷന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുകയാണെന്ന വാർത്തകളാണ് ഈ അടുത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നത്. ഇതിനെ പറ്റിയുള്ളൊരു കൺഫർമേഷൻ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ടൊന്നും പുറത്ത് വിട്ടിട്ടില്ല. എങ്കിലും ഏകദേശം എല്ലാ കാര്യങ്ങളും ഉറപ്പാണ്. അനസ് എടത്തൊടിക പൂനെ സിറ്റി FC-യിലേക്കും സന്ദേശ് ചിങ്കൻ ATKയിലേക്കും വിനീതും ഹോളിച്ചെറിൻ നഴ്സറിയും ചെന്നൈ FC-യിലേക്കുമാണ് മാറുന്നത് എന്ന വാർത്തകൾ വരെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു നല്ല നീക്കമാണോ എന്ന് ചോദിച്ചാൽ നല്ലത് തന്നെയാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നാമത്തെ സീസണിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ റവന്യൂ, അതായത് ലാഭമുണ്ടായത്. അതിനുശേഷം നാലാമത്തെ സീസണിൽ ദിമിത്താർ ബെർബറ്റ പോലുള്ള വളരെ വിദേശ താരങ്ങളെ ഇറക്കി, പിന്നെ റെനി മെലിസ്റ്റൻ എന്ന കോച്ചിനെ കൊണ്ടുവന്നു. വളരെയധികം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ഒരു ഇന്ത്യൻ ക്ലബ്ബുകളിൽ ഒന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. നാലാമത്തെ സീസണിൽ നമുക്കറിയാം, വിചാരിച്ചത്ര ഒരു മികച്ച പ്രകടനം നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. അതോടുകൂടി ടീമിൻ്റെ പണം ഒരുപാട് നഷ്ടമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ അഞ്ചാമത്തെ സീസണിൽ ഈ സീസണിലും അത്ര മികച്ച താരങ്ങളെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. എങ്കിലും ഈ ടീമിനെ ഒരു 4 കൊല്ലം നിലനിർത്തി ഇതുപോലെ തന്നെ കളിപ്പിക്കുമെന്നാണ് മുൻ കോച്ച് ഡേവിഡ് ജെയിംസ് പറഞ്ഞിരുന്നെങ്കിലും ടീമിൽ നിന്ന് ഉദ്ദേശിച്ച ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമം വിഫലമായിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ടീം മൊത്തമായി പൊളിക്കുന്നു. ഒരു 5 കൊല്ലത്തേക്കുള്ള ഒരു ടീമാണ് ഇനി ബ്ലാസ്റ്റേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്നത് ഏകദേശം ഒരു സെലിബ്രിറ്റി ലീഗ് പോലെയാണ്. എല്ലാ കൊല്ലവും ഓപ്ഷനിൽ നിന്ന് രണ്ട് പ്ലെയേഴ്സിനെ നിലനിർത്തി ബാക്കി എല്ലാ പ്ലെയേഴ്സിനെയും റിലീസ് ചെയ്തുകൊണ്ട് ഒട്ടും ഒരു പ്രൊഫഷണൽ രീതിയായിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള പ്ലെയേഴ്സിൻ്റെ ട്രാൻസ്ഫറും നിലനിർത്തലുമെല്ലാം. ഇനി അത് ആദ്യം തൊട്ട് തുടങ്ങാൻ വേണ്ടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്ന് നമുക്ക് പറയാം. എങ്കിലും നമുക്കറിയാം, സന്ദേശ് ചിങ്കൻ പോലുള്ള പ്ലെയേഴ്സ് ടീം വിടുക എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല ഒരു ന്യൂസ് ആവില്ല. സന്ദേശ് ചിങ്കൻ ഒരു നല്ല പ്ലെയർ തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. എങ്കിലും ഇങ്ങനെയൊരു ടീം കൺസ്ട്രക്ഷൻ്റെ ഭാഗമായി ടീം മൊത്തമാകെ പൊളിക്കുകയാണ്. പുതിയ പ്ലെയേഴ്സ് മലയാളി താരങ്ങളായ ആഷിഖ് കുരുണിയൻ വരെ ടീമിൽ വരാൻ സാധ്യതയുണ്ടെന്നും ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. ഇനി ഒരു ടീം കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അത് ഒരു 6 കൊല്ലം, മിനിമം ഒരു 5 കൊല്ലത്തേക്ക് വേണ്ടിയാവണം ഒരു ടീം കൺസ്ട്രക്ഷൻ. നമുക്കറിയാം, യൂറോപ്യൻ ക്ലബ്ബുകളെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. അവർ എല്ലാ കൊല്ലം ഒരു താരത്തെ അല്ലെങ്കിൽ 2 താരങ്ങളെ മാത്രമാണ് മാക്സിമം മാറ്റുകയുള്ളൂ. എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ്, 2 താരങ്ങളെ നിലനിർത്തി ബാക്കി ടീമിൽ എല്ലാ താരങ്ങളും മാറ്റുന്ന ഒരു പതിവായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കാണിച്ചത്. എന്നാൽ ഇനി അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലാവണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് കാണുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.